അല്ല, അപ്പൊ ഒരു ജയിലിൽ നിന്ന് ഒരാളെ റിലീസ് ചെയ്യുന്നതിനൊരു സമയം ഒക്കെ വെച്ച് സമയവും പരിധിയൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് ഈ സമയവും പരിധിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ എന്താ പറയാ ഇഷ്ടാനുസരണം മാറ്റി എഴുതുകയാണ്. ശരിക്കും നമുക്ക് ഇപ്പൊ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മള് ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് ഈ ലോകം മുഴുവൻ കാണാൻ കഴിയും. അതാണ് അതിൻ്റെ അകത്തൊരു പ്രത്യേകത സാറേ. ഞാൻ ഇപ്പം അവിടെ കിടക്കുമ്പോൾ എനിക്ക് ഈ ലോകത്തിൻ്റെ ചർച്ചകളെക്കുറിച്ചും പ്രാർത്ഥനാ കൂട്ടങ്ങളെക്കുറിച്ചും എല്ലാം കാണാൻ കഴിയും. നമുക്ക് പ്രാർത്ഥനയെ കാണാൻ കഴിയും, അല്ലാണ്ട് ഈ പറഞ്ഞ മീഡിയാസിലൂടെ പത്രമാധ്യമങ്ങളിലൂടെ വാർത്തയിലൂടെയൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയും. പക്ഷേ ഈ പുറത്തിരിക്കുന്ന ഒരാൾക്ക് ഇതിനകം കാണാൻ ഒരിക്കലും കഴിയില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന സാധനം, ഒന്നുകൂടെ നമ്മുടെ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ സാത്താൻ വന്ന് വിശ്രമിക്കുന്ന സ്ഥലമാണ്. കാരണം അവന് പണി എടുക്കേണ്ടാത്തൊരു സ്ഥലമാണ് ജയില്. കാരണം അവിടെ അത്രയും നെഗറ്റീവ് എനർജിയാണ് എപ്പോഴും. അതിനിടയ്ക്ക് ഇങ്ങനെ നിലനിൽക്കുക എന്ന് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഈ സാധാരണക്കാരനെ, കാരണം കൂടുതൽ ഡിഗ്രികളുടെ കൂട്ടമോ ഒന്നും എനിക്കില്ല, പക്ഷെ നമുക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമുള്ള ഞാൻ ഇങ്ങനെ പറയാനും അല്ലെങ്കിൽ ഇങ്ങനെ കയറി എനിക്ക് ചെയ്യാനുള്ളൊരു കഴിവ് തന്നത് തമ്പുരാന്റെ കൃപയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു കോടതി കയറുന്നിട്ട് ചെവിക്കാത്ത ഒരു എരമ്പൽ മാത്രം, മുഴക്കം മാത്രം എനിക്കുണ്ടായിരുന്നു. അത്രയ്ക്ക് ടെൻഷനായിരുന്ന ആള് ഒറ്റയ്ക്ക് ഒരു കോടതി, ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ വക്കീലുമാരുടെയും ജഡ്ജിമാരുടെയും മുന്നിൽ നിന്നുകൊണ്ട് ഞാനൊരു പ്രതിയായ കേസിൽ ഞാൻ പ്രതിയല്ല എന്ന് ഞാൻ അത്ര ധൈര്യത്തോട് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എൻ്റെ ബുദ്ധിയോ എൻ്റെ കഴിവോ ഒന്നുമല്ല, തമ്പുരാന്റെ പദ്ധതിയാണ്. പാസ്റ്റർ ഷിബു തങ്കച്ചൻ്റെ അസാധാരണമായ ജീവിതാനുഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ജയിലിലേക്ക് പോകുവാനുണ്ടായ സാഹചര്യങ്ങൾ, അതിനുശേഷം അദ്ദേഹത്തിന് കുറ്റം വിധിക്കപ്പെട്ട് ജയിലിൽ അദ്ദേഹം കിടന്ന ദിവസങ്ങൾ, അവിടെ നിന്ന് അദ്ദേഹം നിയമം പഠിച്ച് തൻ്റെ കേസ് തന്നെ വാദിച്ച് തനിക്കൊരു വിടുതൽ ലഭിക്കത്തക്ക നിലയിൽ അത്ഭുതകരമായി, നമ്മുടെ വാക്കുകൾ ഉപയോഗിച്ചാൽ അത്ഭുതകരമായി തന്നെ ഒരു അസാധാരണമായ നിലയിൽ കേസിലൊരു വിധിയുണ്ടായി. അദ്ദേഹം ജയിലിന് പുറത്തേക്കിറങ്ങി. 1 മാസം മാത്രമേ ആയിട്ടുള്ളൂ അദ്ദേഹം ജയിലിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട്. കുറഞ്ഞ സമയത്തിനകമാണ് നമ്മൾ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. എന്നാൽ അടുത്ത ഒരു ഘട്ടം എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കുവാനുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, കുറ്റം ചെയ്തിട്ടോ ചെയ്യാതെയോ ഒരു ജയിലിനകത്ത് ഒരു മനുഷ്യൻ കിടക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന ഒരു മാനസിക സംഘർഷം, അത് സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താങ്ങുവാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് കുറ്റവാളി അല്ലാതെ ജയിലിനകത്ത് കിടക്കേണ്ടി വരും. പുറത്തൊരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലോകം മുഴുവൻ നമ്മുടെ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ട് 4 ചുവരുകൾക്കകത്ത്, ഇരുമ്പഴികൾക്കകത്ത് നമ്മളിങ്ങനെ കിടക്കേണ്ടി വരികയാണ്. അത് ഒരാൾക്ക് പറഞ്ഞതിൻ്റെ തീവ്രത അറിയിക്കാനൊക്കത്തില്ല. എന്നാൽ ഷിബു പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം താങ്കൾ അത് ജീവിതത്തിൽ അനുഭവിച്ചു. അങ്ങനെ ഒരു തെറ്റ് ചെയ്യാതെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കേണ്ടി വന്ന ഒരു സാഹചര്യം, സമാനമായ സംഭവം നമ്മൾ ജോസഫിൻ്റെ അനുഭവം നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ചിന്തിക്കാനുള്ളൊരു മാനസികാവസ്ഥ ആയിരിക്കത്തില്ലല്ലോ അന്നേരം. എങ്ങനെ ആ സാഹചര്യങ്ങളെ അതിജീവിച്ചു, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ എങ്ങനെ പറ്റി? ദൈവത്തോട് ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ദൈവത്തോട് എന്തെങ്കിലും ചോദ്യം ആ സമയത്ത് ചോദിച്ചിരുന്നു? തീർച്ചയായും. ഞാൻ ഈ ചെന്നിറങ്ങിയ ഒരു കുറച്ച് ദിവസം വളരെ ആദ്യം സങ്കടത്തിലും കണ്ണീരും ഒക്കെയാണ് ബൈബിൾ വായിക്കാനൊന്നുമില്ല. ഞാനതിന് ശേഷം അവിടെ ചെന്ന് ബൈബിൾ കൊണ്ടുപോയിട്ടില്ല. പോയപ്പോൾ ഞാൻ അവിടെ ചെന്നതിന് ശേഷം എനിക്കൊരു ബൈബിള് ഞാൻ കണ്ടെത്തി അത് വായിക്കുകയൊക്കെ ചെയ്തു. വീണ്ടും പ്രാർത്ഥന ഇങ്ങനെ എന്നും. പിന്നെ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ഞാനൊരു ദർശനം ഇങ്ങനെ കാണുകയാണ്. 2019 ഡിസംബർ മാസത്തിലാണ്, ഡിസംബർ ആദ്യ ആ സമയത്ത്, അതായത് 1 മാസം പോലും ആയി, നവംബർ ലാസ്റ്റാ, ഡിസംബർ ആദ്യ ആ സമയത്താണ് ഞാനിങ്ങനെ കാണുകയാണ്. ഞാനൊരു കോടതി കയറി നിൽക്കുകയാണ്. 2 ജഡ്ജിമാരാണ്. അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുന്നു. ജയിൽ ഉദ്യോഗസ്ഥർ സല്യൂട്ട് ചെയ്യുന്നു, എന്നെ കയറ്റി നിർത്തുന്നു. അങ്ങനെ 2 പേര് സല്യൂട്ട് ചെയ്യുന്നു. അതായത് എനിക്കറിയാവുന്ന 2 ഉദ്യോഗസ്ഥരാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ദർശനത്തിൽ ഞാനിങ്ങനെ കാണുന്നു, അദ്ദേഹം സല്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ജഡ്ജി കുറച്ച് നേരം നോക്കിയിട്ട് ജസ്റ്റ് ചിരിച്ചിട്ട് പറയാം, യു ആർ അക്വിറ്റഡ്, കേസിൽ നിന്ന് താങ്കളെ കുറ്റമുക്തനാക്കിയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്ന ഒരു വിഭാഗം കാണിക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ അത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും പേടിക്കണ്ടായി. കാരണം എന്താ വെച്ചാൽ ഈ സാധാരണ ഇത് ഹൈക്കോടതിയിൽ പ്രതികൾ ആരും കയറേണ്ട ആവശ്യമില്ല. സാധാരണക്കാർ കയറേണ്ട ഒരു സ്ഥലമല്ല ഹൈക്കോടതി. അവിടെ അഭിഭാഷകരാണ് കയറുന്നത്. ഇപ്പം എനിക്ക് വേണ്ടിയാണെങ്കിൽ എൻ്റെ വക്കീലാണ് കയറുകയും വാദം പറയുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഒരു ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ എനിക്ക് എന്തൊരു റിലീസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ 2025 എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് കാണും. അപ്പോൾ ഞാൻ ഈ മാസം 25 ആയിരിക്കുമ്പോൾ ജാമ്യം എടുത്ത് കിട്ടും.
കാത്തിരുന്നു, പ്രാർത്ഥിച്ച്. 25 കഴിഞ്ഞു. അപ്പോൾ 25 ഇനി ഇപ്പോൾ 25 ആഴ്ചയായിരിക്കും. 25 ആഴ്ച കഴിഞ്ഞു, 25 മാസം കഴിഞ്ഞു. അപ്പോഴനുസരിച്ച് 2025 അത് അംഗീകരിക്കാൻ പറ്റിയില്ല, മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ കാരണം അങ്ങനെ കാത്തിരുന്നു. പക്ഷെ ആ ദർശനം ശരിക്കും ആ ദർശനത്തിൻ്റെ ഒരു നിവൃത്തി വന്നത് ഈ ഞാൻ കോടതിയിൽ ജയിൽ ഉദ്യോഗസ്ഥരുണ്ട്, അവരാണ് എന്നെ പ്രൊഡ്യൂസ് ചെയ്തത് ഫസ്റ്റ്. അപ്പോൾ ഈ കോടതിയുടെ മുന്നിൽ കയറി ഈ ദർശനമാണ് ഞാൻ 2019 കണ്ടത്. ഇനി ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഈ ബലപ്പെടുത്തിയൊരു കാര്യം, ഈ ദർശനം ഒന്ന് എന്നെ ബലപ്പെടുത്തി. രണ്ടാമത് 2014 നമ്മൾ അണ്ടർ ദി മീറ്റിംഗ് ന്യൂ ഇയറിനെ പക്ഷെ അന്ന് ഈ വാക്തത്വമാക്കി ഇടാറുണ്ട്. അപ്പോൾ എനിക്ക് അന്ന് കിട്ടിയൊരു വചനം ഇതായിരുന്നു: നിനക്കെതിരെ ആകുന്ന ആയുധം ഫലിക്കുകയില്ല. യെശയ്യാപ്രവചനം 54:17. നിനക്കെതിരെ ന്യായവിസ്താരത്തിൽ നിനക്കെതിരെ പറയുന്ന എല്ലാ നാവിനെ നീ കുറ്റം വിധിക്കും. ഇതാണ് യഹോവ തൻ്റെ ദാസന്മാരുടെ അവകാശവും പറഞ്ഞൊരു വാക്യം. ആ വചനം എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ആ വചനം ഇങ്ങനെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ദർശനം കണ്ടപ്പോൾ എനിക്ക് അന്നേരം മനസ്സിലായി ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ട്. പിന്നെ ഞാൻ അതിങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുന്നു. അതിനേക്കാൾ ഉപരി ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തെ ജയിലിലേക്ക് പോയെങ്കിലും അവിടെ എനിക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക ടെൻഷൻ അടിച്ചിരിക്കാനോ സമയമില്ലാത്ത അവിടെ നല്ല മാന്യമായ ഒരു ജോലി, അതായത് അവിടെ സാധാരണ ഒരു 10 കൊല്ലം കഴിഞ്ഞ് കിടക്കുന്ന കടവാർക്ക് കിട്ടുന്ന ഒരു ജോലിയാണ് അവിടുത്തെ. എന്താ പറയുക, അത് സാധാരണ ആൾക്കാരോട് പൊതുജനത്തോട് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാകും, ജയിലിൽ കിടന്ന് പോയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. അവിടെ ഒരു മേസ്തിരി എന്ന് പറഞ്ഞൊരു പോസ്റ്റാണ്, അതായത് ഗാർഡ് ഓഫീസിൽ ഓർഡർലി, ചീഫിൻ്റെ ഓർഡർലി എന്നൊക്കെ പറയും. അതായത് അവർ പറയുന്ന ഓർഡർ നടപ്പാക്കുന്ന ആളാണ് നമ്മൾ. അപ്പം നമ്മൾ അതായത് സാധാരണ തടവുകാരെക്കാട്ടിലും ഒരു ഉദ്യോഗസ്ഥന്റെ നിലവാരത്തിലേക്ക് അത്രയും നിലവാരം ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞ സാധാരണ ഒരു ഉദ്യോഗസ്ഥന്റെ ഒരു ചില കാര്യങ്ങളിൽ നമ്മൾ തെറ്റ് ചെയ്യാതെ ന്യായമായി നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രാധാന്യം ഉണ്ട്. അവിടെ എവിടെയും കയറിച്ചില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ എന്നെ പിടിച്ചാക്കി. അത് പലർക്കും അതിർത്തി, മറ്റു തടവുകാർക്കൊക്കെ അതിർത്തിയാണ്. കാരണം ഞാൻ 1 മാസം പോലും ആകാത്ത ഒരാളെ പിടിച്ച് ഇത്രയും വലിയ പണി ഏൽപ്പിച്ചു. ഒരുപാട് അവരെ കണക്കെഴുതുക, അവരെ പണിക്കിറക്കുക, മാറ്റി നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിക്കുക, നോട്ടിഫിക്കേഷൻ, അതൊക്കെ പണി. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഞാൻ ഫുൾ ടൈം എൻഗേജ്ഡാണ്. എനിക്ക് മറ്റു ചിന്തിക്കാനില്ല. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ പിന്നെ വന്നിട്ട് ബൈബിൾ വായിക്കുക, പിന്നെ അത് സ്റ്റഡി ചെയ്യുക, പിന്നെ വേറൊന്നുമില്ല, പ്രാർത്ഥന. അങ്ങനെ വന്ന് തന്നെ എനിക്ക് എന്ത് ചെയ്തു, ഈ ജോലി കിട്ടിയപ്പം ഇത് കൂടെ കുറച്ചുകൂടെ എനിക്ക് എന്ത് ചെയ്തു മാനസികമായി. കാരണം മറ്റുള്ളവരെക്കാട്ടിലും കുറച്ച് ഇത് കിട്ടിയപ്പോൾ എന്തോ ഒരു ജോലിയുടെ ടെൻഷനാണ് വീട്ടിൽ പേനെ കിടന്നുറങ്ങി. പിന്നെ അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയും ഇതൊക്കെ ആയി നോട്ടൊക്കെ വചനം വായിക്കാൻ തുടങ്ങി. ബൈബിൾ ഏകദേശമൊക്കെ 1-1.5 പ്രാവശ്യം വായിച്ച്, അതുപോലെ തന്നെ വായിക്കാൻ മാത്രം നോട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ എനിക്കൊരു ലേഖനം എഴുതാൻ തോന്നി, അതിനെ പുസ്തകങ്ങൾ എഴുതാൻ തോന്നി. അങ്ങനെ ഒരു 2-3 പറഞ്ഞ കാരാഗിര ലേഖനങ്ങൾ ദൈവം സഹായിച്ച് എഴുതാൻ പറ്റിയിട്ടുണ്ട്. മോട്ടിവേഷനുള്ള ക്രിസ്ത്യൻ മോട്ടിവേഷൻ എഴുതാൻ പറ്റി. ഞാനിങ്ങനെ ഓർക്കുന്നത് പൗലോസ് എന്ന് പറഞ്ഞതല്ലേ എഴുതാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതി. അതൊക്കെ എന്നെ ഒരു നല്ലൊരു എൻഗേജ് ആണ്. പിന്നെ ഞാൻ 2 വർഷം ശരിക്കും ഞാൻ കയറി ചെന്ന 2 വർഷവും വചനം പഠനം തന്നെയാണ്. നിയമപഠനം ഒന്നുമില്ല. കേസിന് ജസ്റ്റ് ഉണ്ടെങ്കിലും അവരെ വിശ്വസിച്ചിരുന്നു. വചനം നന്നായിട്ട് പഠിക്കുകയും ഞാൻ ഇത്രയും നാളും പഠിക്കുകയായിരുന്നു. മീൻസ് ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ ബൈബിള് മറ്റുള്ള ഒന്നെങ്കിൽ പാസ്റ്റർമാർ അല്ലെങ്കിൽ ബൈബിൾ സെമിനാരി പഠിച്ച സമയത്ത്, ബൈബിൾ സ്കൂളിൽ പഠിച്ച സമയത്ത് അവർ പഠിച്ച കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയായിരുന്നു, എന്നിട്ട് അത് പഠിപ്പിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷെ ഞാൻ നേരെ മറിച്ചിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ കുറേ കാര്യങ്ങൾ, സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഇപ്പം ഞാൻ ചെയ്തു പോയ മണ്ടത്തരം, ഞാൻ ആത്മീയ കാര്യത്തിൽ പ്രസംഗിച്ച മണ്ടത്തരങ്ങൾ, ഞാൻ എൻ്റെ കാഴ്ചപ്പാടായിട്ടുള്ള മണ്ടത്തരങ്ങൾ. ഇനി ഒന്നുകൂടെ ആഴത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരു സമ്മതമാണ്, ഞാൻ വെറും മണ്ടനായിരുന്നു ഇന്നലെ വരെ എന്ന് തിരിച്ചറിഞ്ഞ ഇതിനകത്ത് ചെന്നതിന് ശേഷമാണ്. അതെൻ്റെ ഏറ്റവും വലിയൊരു എനിക്ക് കിട്ടിയ ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണി. കാരണം ഞാനൊരു മണ്ടനായിരുന്നു, ഇന്നലെ വരെ ഞാൻ കാണിച്ചു കൂട്ടിയത് മണ്ടത്തരമായിരുന്നു എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. കാരണം നമ്മൾ പഠിച്ച പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എന്താ പറയുക കുറേ കാര്യങ്ങൾ, ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ അത് പഠിച്ചു. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പം എനിക്ക് സങ്കടം വരുമ്പോൾ ഞാൻ ദൈവത്തോട് പിറുപിറുത്തിട്ടുണ്ട്. പിടുത്തെന്ന് വെച്ചാൽ ഞാൻ വളരെ സങ്കടപ്പെടും, വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ എന്നൊക്കെ വെച്ചിട്ട് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞ് കുറേ ഒരു വിഷയം ഞാൻ പറയണില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, കുറേ സമയം ഇരുന്ന് സ്തോത്രം പറഞ്ഞിട്ട് ഇരുന്നിട്ട് ഞാൻ കിടക്കും. അത് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, എനിക്ക് തരുന്നത് തന്നാൽ മതി എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ പട്ടണം നശിപ്പിക്കില്ല എന്ന് പറഞ്ഞില്ല. ഞാൻ എൻ്റെ ദൈവത്തോട് ദൈവം, ഞാൻ ഇത്രയും നാളെ സുവിശേഷകാലം ചെയ്തിട്ട് ഒരു നന്മയെങ്കിലും എന്നിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എനിക്കൊരു മോചനം തരത്തില്ലേ എന്ന് ദൈവത്തോട് കരയാൻ തുടങ്ങി.
അപ്പം അങ്ങനെ കരഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഓരോരോ ദർശനങ്ങൾ കാണുകയും അപ്പം അതെന്ന് വെച്ചാൽ ഞാൻ കേസിൽ നിന്ന് ഊരി നിൽക്കുന്നതായിട്ടും എന്നാൽ പെട്ടെന്ന് ഇറങ്ങുന്നതല്ല, ഞാൻ കേസിൽ നിന്ന് ഫ്രീയാണ്. അപ്പം അതോടുകൂടി അങ്ങനെയൊക്കെ കുറേ ദർശനങ്ങൾ ദൈവം എന്നെ കാണിച്ചു. അതുപോലെ തന്നെ പലരുടെ കാര്യങ്ങൾ, അതിന് മറ്റുള്ളവരുടെ ദർശനം പങ്കുവയ്ക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ജസ്റ്റ് കഴിഞ്ഞു. എങ്കിലും ഞാൻ ഒരു മറ്റുള്ളവരുടെ മുന്നിൽ ഞാനൊരു പാസ്റ്റർ ആയിരുന്നു എന്ന് പറഞ്ഞ് നടക്കുന്നതിന് എനിക്ക് താല്പര്യമില്ലായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, ഒരു പാസ്റ്റർ ഇത്രയൊരു കേസിൽ ജയിലിൽ കിടക്കുമെന്ന് പറയുമ്പോൾ അവർ അതിനെ അപമാനിക്കാനേ ഉപയോഗിക്കുള്ളൂ, ആരും മഹത്വപ്പെടുത്താൻ ഉപയോഗിക്കില്ലായിരുന്നു എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. എനിക്ക് ഇപ്പോഴും അങ്ങനെ ഒരു പാസ്റ്റർ എന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ നിലയിൽ നിന്ന് മാറിപ്പോയി. മീൻസ് നമ്മൾ ആ നിലയിൽ നിന്ന് മാറിയിട്ട് ഇനിയിപ്പോൾ ഒരാളെ പാസ്റ്റർ, ഇപ്പം ഞാൻ ഇത്ര പാസ്റ്ററിനോട് ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഞാൻ പിന്നെ അതിനെ കൗണ്ടർ പറഞ്ഞില്ല എന്നുള്ളൂ. കാരണം ഒരു ക്രിസ്തുവിൽ സഹോദരൻ എന്ന് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുക. അങ്ങനെ കാരണം ഒരിക്കലും ഞാൻ ഇത്രയും നല്ല രീതിയിൽ നമ്മൾ ഒരു എന്താ പറയുക, ഒരു പാസ്റ്റർ എന്ന് പറയുന്നത് ഒരു സഭയുടെ അധ്യക്ഷനായിട്ടിരുന്ന് വളരെ ഒരു നല്ല പ്രത്യേകതമായി ഇടയനായിട്ടിരിക്കേണ്ട ഒരാളാണ്. സാധാരണ ഒരു വിധി നടക്കുന്ന ആൾക്കാരെ വിളിക്കാൻ പറ്റുന്ന പേരല്ലത്. അപ്പം ഞാൻ അതുപോലും അത് അവരോടൊന്നും പറഞ്ഞില്ലേ, ഞാൻ അതിൽ പലരോടും പറയുകയും പലർക്കും കേസിൻ്റെ കാര്യങ്ങൾ പറയുകയും പലർക്കും എഴുതി കൊടുക്കുകയും അതുപോലെ തന്നെ വചനം പറയേണ്ട വചനം പറയുകയും അതിലുപരി എന്നെ കഴിയുന്ന രീതിയിൽ അവരുടെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്ത് എഴുതി കൊടുത്തു, കോടതിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു, അറിവില്ലാത്തവർക്ക് എന്താ പറയുക കേസ് കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നത് അതിപ്പോഴും ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്നും ഞാൻ പറഞ്ഞില്ല, നാളെ ഞാൻ പറഞ്ഞ് പോകാനിരുന്നതും അതുപോലെ ഇപ്പം ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ ഒരാളുടെ പേപ്പർ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കേസ് റെഡിയാക്കിയിട്ട് ഒരു വക്കീലിനെ ഏൽപ്പിക്കണം, നല്ലൊരു വക്കീലിനെ ഏൽപ്പിക്കണം. കാരണം ആരും ഇല്ലാത്ത ആൾക്കാരാണ്. ഇതുപോലെ നിരപരാധികളായ ആരെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ? അയ്യോ, തീർച്ചയായും എൻ്റെ പാസ്റ്റർ ഒരുപാട് ആൾക്കാർ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഒരു 100 ആളുകൾ കുറ്റം ചെയ്തിരിക്കട്ടെ, 100 ആളുകൾ കുറ്റം ചെയ്തിട്ടുണ്ട്, അതിൽ 80 പേരും പുറത്താണ്, അതിൽ 20 പേരെ പിടിക്കപ്പെടുന്നുള്ളൂ. 20 പേരിൽ 10 പേരെ എന്ത് ചെയ്യുന്നുള്ളൂ, അകത്ത് കിടക്കുന്നു. ഈ 10 പേരിൽ 5 പേര് ഒരുപക്ഷെ അല്ലെങ്കിൽ 3 പേര് ഒരുപക്ഷെ നിരപരാധികളായിരിക്കും. ഞാൻ എത്രയോ പേര് സ്വന്തം പേരക്കുഞ്ഞുങ്ങൾ, മകൻ കള്ളുകുടിയാണ്, മകന് വീതം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അഗസ്റ്റിൻ എന്ന് പറഞ്ഞൊരു അച്ഛനെ ഞാൻ ഓർക്കുന്നു. പ്രായമുള്ള മനുഷ്യനാണ് അദ്ദേഹം. കൊച്ചുമകളെ 6 കൊല്ലം മുമ്പെങ്ങാണ്ടെന്നും മടിയിൽ വെച്ച് എന്തോ ഉപദ്രവിച്ചു എന്നും പറഞ്ഞ് 6 കൊല്ലത്തിന് ശേഷം കേസ് കൊടുത്തിട്ട് അദ്ദേഹത്തിന് 5 വർഷം ശിക്ഷ അടിച്ചു കൊടുത്തേക്കുക. സത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം ഒരു യൂസഫ് എന്ന് പറഞ്ഞൊരു പ്രായമുള്ള മനുഷ്യനാണ്, 70-75 വയസ്സുണ്ട്, പല്ലൊന്നും ഇല്ല. ആള് വരുമ്പോൾ തന്നെ സെൻട്രൽ ജയിലിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ പുള്ളി കരഞ്ഞാൽ പറഞ്ഞ ചേട്ടാ ധൈര്യമായിട്ട് എൻ്റെ കൂടെ ഞാൻ കൂടെ എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ എൻ്റെ കൂടെ ചേർത്ത് നിർത്തിയിട്ട് അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ കൂടെ നിർത്തിയിട്ട് ഞാൻ അദ്ദേഹത്തിന് ഒന്നും അറിയില്ല, മലയാളം പറയാൻ വളരെ വിദ്യാഭ്യാസമൊന്നുമില്ല, ഒട്ടും അറിയില്ലാത്തൊരു സാധാരണക്കാരൻ മനുഷ്യനാണ്. അപ്പോൾ ആളുടെ പേപ്പേഴ്സ് ഒക്കെ കോടതി എടുത്ത് അപ്പീൽ കൊടുക്കാൻ കൊടുത്ത് 10 വർഷം ശിക്ഷയാണ് അദ്ദേഹം ശിക്ഷിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ചെയ്തെന്ന് പറയുന്ന കുറ്റം നടന്നു കാണാൻ തന്നെ 3 വർഷം തൊട്ട് 5 വർഷം വരെയാണ് അതിൻ്റെ പവർ. പക്ഷെ ശിക്ഷിച്ചിരിക്കുന്നത് 10 വർഷം ശിക്ഷയും 1,10,000 ഫൈനും. ഇതൊന്നും നിയമം നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ ചെയ്തിരിക്കുന്ന ഒരു വക്കീല് പറഞ്ഞില്ല, നമ്മുടെ ഭാഗത്തൊരു വക്കീല് പറഞ്ഞില്ല എന്ന കാരണത്താൽ ആളെ പ്രതിയായിട്ട് ചിത്രീകരിക്കലാണ് ഇപ്പം നിലയിൽ, പ്രതിയായിട്ട് ശിക്ഷിക്കലാണ് ട്രയൽ കോർട്ടിൽ നടക്കുന്നത്. എന്നാൽ വളരെ നല്ലൊരു ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഒരുപാട് ആൾക്കാർ, ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ആൾക്കാരുണ്ട് എനിക്കറിയാവുന്ന കുറേ പേർ. അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറായതിൻ്റെ ഏറ്റവും വലിയ കാരണം അതാണ്. കാരണം ഞാൻ ഇപ്പം എനിക്ക് നമ്മുടെ ഒരു അഭിഷേകം എന്ന് പറഞ്ഞത്, ഷൈജു എന്ന് പറഞ്ഞ ചെറുപ്പക്കാർ 24 വയസ്സ്, ഒരു കുമാർ, അപ്പോൾ അങ്ങനെ കുറേ പേരുകൾ ആൾക്കാരെ ഞാൻ കണ്ടെത്തി. അവരുടെ എല്ലാം കേസുകൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാനത് പഠിച്ചു കഴിഞ്ഞപ്പോൾ നോക്കി ഇത് ഒരു കാരണവശാലും ശിക്ഷിക്കാൻ പറ്റില്ല, അവരുടെ നിരപരാധിത്വം അതിൽ തന്നെ ഉണ്ട്. അങ്ങനെയുള്ള ഒത്തിരി പേര്. അതുപോലെ ജീവപര്യന്തം കേസിൽ ഒരാൾ കട്ടപ്പനക്കാരനാണ് ആൾ ആള് ഇതുപോലെ ഒരു ക്രിസ്ത്യൻ ട്രസ്റ്റ് അനാഥ മന്ദിരത്തിൽ കൊണ്ടുപോയി ഒരു കൊച്ചിനെ ഇടാൻ തിരിച്ചു കൊണ്ടുവന്ന അവർ ഈ ട്രൈബൽ ഏരിയയിൽപ്പെട്ട ആൾക്കാർ, കാരണം അവർക്ക് അറിവില്ല. അതിനെ തിരിച്ചു കൊണ്ടുവന്നതിന് കലിപ്പിന് ഈ ഹോസ്റ്റലിലെ സ്ത്രീ ഈ കൊച്ചിനെ വെച്ചിട്ട് കേസ് കൊടുത്തു. ലാസ്റ്റ് ഈ കൊച്ചിൻ്റെ 2ാമപ്പന ഇയാൾ അകത്തായി. ശരിക്കും പറഞ്ഞാൽ ഇയാൾ അടി കൊടുക്കുകയാണ്ട് ഈ കുരുത്തക്കേട് ശ്രുതി എന്താ കാണിച്ച് തല്ല് കൊടുക്കുകയാണ്ട് ചെയ്തു. ഇതാണ് സത്യാവസ്ഥ. പക്ഷെ എന്നാൽ ഈ പറയുന്ന കാര്യത്തിന് മെഡിക്കലോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും ഒരാളെ സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ബേസിക് എന്ന് പറയുന്നത് വേണ്ടത് മെഡിക്കൽ എക്സാമിനേഷൻ, ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. പിന്നെ രണ്ടാമതുണ്ട് ഫോറൻസിക് സർട്ടിഫിക്കറ്റ് ആണ്. അതിൻ്റെ ഈ കുട്ടികളുടെ ആയാലും സ്വാബ് സ്മീർ ടെസ്റ്റ് വേണം, അത് ശാസ്ത്രീയമായ പരിശോധനാ ഫലമാണ്. പിന്നെ വേണ്ടത് നല്ല ബേസിക് ഒരു സ്റ്റേറ്റ്മെന്റ് വേണം. ഇതിന് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ്, സാഹചര്യ തെളിവുകൾ വേണം, അല്ലെങ്കിൽ ഇതെല്ലാം വേണം. ഇത് ജസ്റ്റ് കുറെ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ ബേസിലാണ് ശിക്ഷിക്കുക എന്ന് പറഞ്ഞ് ശിക്ഷിക്കുന്നു. പക്ഷെ ആ സ്റ്റേറ്റ്മെന്റ് ഒരാളിപ്പം എനിക്കെതിരെ വെച്ചിരിക്കുന്നത്, എന്നെ ഈ ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ചു എന്ന് പറയുന്നില്ലേ,
ആ ഇരട്ട ജീവപര്യന്ത ശിക്ഷ എന്ന് പറയുന്നത് സെക്ഷൽ ഇന്റർകോഴ്സ് നടത്തി എന്നും ഈ നടത്തിയതിന്റെ പരിണിത ഫലമായി എനിക്ക് പെയിൻ ഉണ്ടായി എന്നുമാണ് എനിക്കെതിരെ കൊടുത്തിരിക്കുന്ന മൊഴി. അതായത് വെജിനൽ പെനട്രേഷൻ നടത്തി എന്നും പെയിൻ ഉണ്ടായി എന്ന മൊഴി. ഈ പെയിൻ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഈ നിസാര കാര്യമാണ്. ഈ ഏജ് എന്ന് ഓർക്കണം. ഈ 10 years അല്ലെങ്കിൽ 11 years എന്ന് പറയുമ്പോൾ ആ സമയത്തുള്ള ഒരു സംഗതി നടന്നു കഴിഞ്ഞാൽ എത്രത്തോളം ആയിരിക്കും അതിന്റെ തീവ്രത. അപ്പൊ അങ്ങനെ ഉണ്ടായി എന്ന് പറയുന്ന അലിഗേഷൻ പറയുമ്പോൾ അതിനെ പ്രൂവ് ചെയ്യുന്നതാണ് മെഡിക്കൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്. ഡോക്ടർ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇത് ഇങ്ങനെ ഒരു റീസെന്റ് ഓർ പാസ്റ്റ് വെജിനൽ പെനട്രേഷൻ നോ എവിഡൻസ് എന്ന് പറയുന്നു. ഒരു എവിഡൻസ് ഇല്ല, അങ്ങനെ സംഭവമില്ല. ഇനി പെയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വൺ സച്ച് റീസൺ ഡീഹൈഡ്രേഷൻ ആവാം എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത്രയും ഇതുണ്ടായിട്ടുമാണ് ഈ വലിയ ഫുൾ പവർ അടിച്ചിരിക്കുന്നത്. ഒരാൾ ഇനി തൂക്കിക്കൊല്ലാൻ എനിക്കൊരു സംശയം, എൻ്റെ ഒരു വ്യക്തിപരമായൊരു സംശയം, ഇനി ഈ ഇദ്ദേഹത്തിനൊക്കെ ഈ സാധാരണക്കാരായിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള വിശ്വാസി സമൂഹത്തോടുള്ള എതിർപ്പ് വല്ലതും ആണോ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. കാരണം ഞാൻ ചിന്തിച്ചു പോകും. കാരണം അതിനകത്ത് എന്തെങ്കിലും അടിസ്ഥാനം വേണ്ടേ ശിക്ഷിക്കാൻ? ഒരു നിയമപാലകൻ അല്ലെങ്കിൽ നിയമ നടത്തിപ്പുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ചെയ്യണം. അതുപോലും പരിഗണിക്കാതെ, ഒരു സ്വഭാവം പരിഗണിക്കാതെ, നമ്മൾ ഒരു ക്രിമിനൽ കേസ് ശിക്ഷിക്കുമ്പോൾ അവരുടെ സ്വഭാവം എങ്ങനെയാണ്, മുൻ ചരിത്രം കൂടെ ഒക്കെ പരിഗണിക്കേണ്ടതുണ്ട്. ആ ജഡ്ജിനെ കാണണം എന്ന് ആഗ്രഹമുണ്ടോ? അല്ല, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് ഒരു കാര്യമില്ലല്ലോ. കാരണം അദ്ദേഹം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വിശ്വസിക്കും. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഞാൻ ആ ചിന്തിക്കും പറഞ്ഞൊരു കാര്യമുണ്ട്. യേശു ക്രിസ്തുവിനടുത്ത്, കർത്താവിനടുത്ത് ചെന്നിട്ട് സ്ത്രീകളിൽ ഒരു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ട് കുറേ പേര് വരിക. അപ്പൊ കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യം, നിങ്ങളിൽ പാപം ചെയ്യാത്ത ആദ്യം കല്ലെറിയട്ടെ. എല്ലാവരും കല്ലും താഴെ ഇട്ടിട്ട് പോയി. കർത്താവ് നോക്കി ഒരുത്തരം കണ്ടില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ ചിന്തിച്ചതിന് ഞാൻ എഴുതി അതിനകത്ത് കണ്ടെത്തിയൊരു ഒരു സന്ദേശമാണ്, എനിക്ക് ദൈവം തന്ന ഒരു സന്ദേശം ഇതായിരുന്നു. ഈ കുറ്റം വാളികളാണ്, അതിൽ കുറ്റം ചെയ്തവർക്കാണ് കുറ്റം വിധിക്കാൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്. കാരണം തന്നിലുള്ള കുറ്റബോധം, താൻ ചെയ്ത കുറ്റബോധം അത് നമ്മളെ ഭരിക്കുന്നതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കുറ്റം വിധിക്കാൻ. അതേസമയം കാരണം ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലാണ് എനിക്ക് അവർ ചെയ്തിട്ടുണ്ടാവും, കാരണം നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളതാണ്, അപ്പോൾ അവൾ അത് ചെയ്തിട്ടുണ്ടാവുന്നത്. അതേസമയം ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയായിട്ട് ജയിലിൽ കിടന്ന ഒരാളാകുമ്പോൾ ഞാൻ ആദ്യം കേൾക്കുന്നത് ഇങ്ങനെ ഒരു കേസ്, കള്ളക്കേസ്, അയ്യോ അവൻ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ഞാൻ ചിന്തിക്കുള്ളൂ. കാരണം എന്താ, ഞാൻ ചെയ്യാതെ കിടന്നതാ. അതുകൊണ്ട് എനിക്കറിയാം ഒരാൾ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കഴിയാതെയും കിടക്കാം, നമ്മൾ ആ ചോയ്സ് ഉണ്ട്. അതേസമയം ഞാൻ ചെയ്തിട്ടുള്ള ആളാണ് അത് ചെയ്തിട്ടുണ്ടാവും എന്ന്, കാരണം അതാണ് നമ്മുടെ അനുഭവം. അതാണ് ഈ പറയുന്നത്, ഈ കുറ്റം വിധിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഈ കുറ്റവാളികൾ തന്നെ, മീൻസ് കുറ്റം ചെയ്തിട്ടുള്ള ആൾക്കാർ. ആ തങ്ങളിലേക്ക് തന്നെ നോക്കാതെ അവരെന്ത് ചെയ്യുന്നു, അവരുടെ ആ കുറ്റം മൊത്തം എന്ത് ചെയ്യുക, മറ്റുള്ളവരുടെ മേലിലേക്ക് ചാർത്തുന്നതാണ് സ്വാഭാവികം. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരുപാട് ഇതിനകത്ത് വളരെ വേദന അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. വളരെ, ഞാൻ പറഞ്ഞില്ല ഇനിയിപ്പം പലരും അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ സൈക്കാട്രി ടാബ്ലറ്റ്, ഉറക്കമില്ലാതെ വരിക എന്നത്. അപ്പോൾ സൈക്കാട്രി ടാബ്ലറ്റ് കഴിക്കുക, പിന്നെ ഉറക്കം കിട്ടാൻ വേണ്ടി ക്യൂട്ടിപ്പിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് കഴിക്കുക, അതുപോലെ സൈക്കാട്രി പേഷ്യൻ്റ് ആവുക, ഗുളി കഴിച്ച് കാരണം ഉറങ്ങുക. കാരണം അവർക്ക് ചിന്തകളും അതിനകത്തുള്ള ആൾക്കാർ നോക്കൂ, ഇത്രയും ഒരു 300 പേരുള്ള ഒരു ജയിലിൽ ഏകദേശം ഒരു 100-150 പേരോളം ആൾക്കാരും സൈക്കാട്രി ടാബ്ലറ്റ് കഴിക്കുന്നവരാണ്. കാരണം അവരാരും മാനസിക രോഗിയായിട്ട് വന്നതല്ല. എനിക്കറിയാം, ഞാൻ ഒരാളവിടെ വന്നിട്ട് അകത്ത് കയറി വന്നിട്ട് ആളുടെ നില തെറ്റി ഒരു പടമൊക്കെ എടുത്തിട്ട് കൊച്ചിനെ കേട്ട് കളിപ്പിക്കുന്ന, കൊഞ്ചിച്ചോണ്ടൊക്കെ കരഞ്ഞു നിലവിളിച്ചൊക്കെ നിൽക്കുന്നത് ഒരുപാട് ആൾക്കാർ. എനിക്ക് ഒരുപാട് ചെറുപ്പക്കാരെ അവിടെ മാനസിക രോഗികളായി പോയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നോ ഒരു സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടാണ്, അതായത് സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു മാനസിക നില പോലും ഇല്ല. കാരണം അവർക്കൊരു റിലാക്സ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ ആരെങ്കിലും വേണ്ടേ. ഇപ്പം ഞാൻ വളരെ ഫീൽ ചെയ്തൊരു വിഷയമാണ്. നമ്മളിപ്പം വിശ്വാസം, ഞാൻ ഇത്രയും നാളും എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ, ഞാൻ കൂടെ വന്ന ആൾക്കാർ, ഇവരൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും എന്തിനേറെ എൻ്റെ എൻ്റെ സ്വന്തം കൂടപ്പിറപ്പ് പോലും ഈ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടില്ല, തിരിഞ്ഞു നോക്കില്ല. ഇനി വേണ്ട, ഈ കേസ് വന്നു എന്ന കാരണത്താൽ, ഈ കേസ് ഇങ്ങനെ വന്നു എന്ന കാരണത്താൽ മറ്റൊരു സംസ്ഥാനത്ത് വെച്ച്, അന്യ നാട്ടിൽ വെച്ച് കൂടി കണ്ടിട്ട് പോലും ഒരു മീറ്റിങ്ങിൽ ചർച്ചിൽ വന്ന് ആള് പ്രസംഗിച്ചിറങ്ങിയിട്ട് കണ്ടിട്ട് എൻ്റെ മോൻ എന്നെ അന്ന് 3-4 വയസ്സുള്ള ആ കുഞ്ഞ് നടന്നിട്ട് കുഞ്ഞിനെ പോലും തൊടാൻ തയ്യാറായാലും മിണ്ടാൻ പോലും തയ്യാറാകാതെ പോയി. കാരണം അത്രയധികം ബുദ്ധിമുട്ട് എന്നോട് എൻ്റെ കുടുംബങ്ങൾ, ഇപ്പം ഈ പറഞ്ഞ തന്നെ മാതാവിൻ്റെ ഭാഗത്തു നിന്നായാലും സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നായാലും എന്തിനേറെ, ഇപ്പം ഞാൻ ഈ കേസിൽ എനിക്ക് പേര് വന്നു അല്ലെങ്കിൽ ഇങ്ങനെ കേസ് എൻ്റെ പേര് വന്നു എന്ന കാരണത്താൽ എൻ്റെ സഹോദരനെ പോലും സഭയിൽ നിന്ന് പിരിച്ചു വിടണമെന്ന് പറഞ്ഞ് വിലക്കണമെന്നും പറഞ്ഞ് സഭാവിശ്വാസികൾ എഴുന്നേറ്റു എന്ന് പറഞ്ഞ എന്താ അവസ്ഥ? അതൊരു വലിയ മാനസികാവസ്ഥ. എന്നാൽ ഞാൻ കുറ്റം ചെയ്തതിന് എൻ്റെ സഹോദരനെ ശിക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ അവസ്ഥ. അതാണ് വേറൊരു വിഷയം.
ഇപ്പം നമ്മളൊരാൾ കുറ്റമാണ്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ എന്നെ ഈ സമയത്ത് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തു, അല്ലെങ്കിൽ എന്നെ പാസ്റ്റ് ഇത് കണ്ടു, ന്യൂസ് കണ്ടിട്ട് വിളിച്ച്, അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു പാർട്ട് ഞാൻ ചിന്തിച്ചില്ല. കാരണം ഞാൻ തുറന്നു പറയുകയാണ്, എനിക്കൊരു സമൂഹത്തോട് പോലും, ശരിക്കും പറഞ്ഞാൽ പെന്തക്കോസ്ത് സമൂഹത്തോട്, നമ്മുടെ സഭ വിശ്വാസികൾ എന്ന് പറയുന്ന സമൂഹത്തോട് എനിക്ക് വളരെ എന്താ പറയുക, ഒട്ടും യോജിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം ഒരാള് ഇപ്പോൾ ഗലാത്യ ലേഖനത്തിൽ എന്താണ് പറയുന്നത്, ഒരാള് വീണു പോയാൽ അവനെ എന്ത് ചെയ്യുക, അവനെ ചവിട്ടി താഴ്ത്തല്ല, അവനെ കൈ പിടിച്ചുയർത്തി അവനെ നേർപാതി കൊണ്ടുവരാനാണ് കർത്താവ് പറഞ്ഞതും വെലോസിലേഖ പറഞ്ഞതും. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരുത്തം വീണിട്ടുണ്ടെങ്കിൽ അവൻ്റെ മേലെ 2 കല്ലൂടി ഇട്ടിട്ട് എന്ത് ചെയ്യാം, അവനെ ആ കുഴിയിലിടുന്ന ഒരു സിസ്റ്റമാണ് മൊത്തത്തിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ഇതിനകത്ത് കിടക്കുന്ന ആൾക്കാർ. ഇപ്പം ഒരാൾ ഒരു പത്രത്തിൽ വാർത്ത കണ്ടു, ആ വാർത്ത കണ്ടു കഴിയുമ്പോൾ അവരെ അവൻ കുറ്റക്കാരൻ, അവനെ കല്ലെറിഞ്ഞോളാൻ പറയുന്ന ഒരു മനോഭാവമാണ്. ശരിക്കും വളരെ, ഇപ്പം ഞാൻ നാട്ടുകാരെ കുറിച്ചൊന്നും പറയുന്നില്ല, പൊതുജനത്തെ കുറിച്ച് പറയുന്നില്ല. കാരണം ഇപ്പം പൊതുജനം എന്നെ ശിക്ഷിച്ചതിൽ പലരും പറഞ്ഞു, ഞാൻ ഇന്ന് വന്ന വഴിക്ക് നമ്മൾ പറഞ്ഞല്ലോ, ഒരു നിരീശ്വരവാദിയായിട്ടുള്ള ആള് യുക്തിവാദി, യുക്തി പറയാം, ആള് ഞങ്ങളുടെ ഡിബേറ്റ്. പക്ഷെ ആള് എന്നെ ശിക്ഷിച്ച സമയത്ത് ആള് പറഞ്ഞു, ആ ആള് എനിക്കെതിരെ കുറച്ച് സംസാരിച്ചു, അവനൊക്കെ വലിയ ഇതാണ്, പ്രാർത്ഥനക്കാരനാണ്, പാസ്റ്ററാണ്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ പറഞ്ഞു. ഓക്കെ, എന്നിട്ട് ഈ വാർത്തയും കോടതി വിധിയും വാർത്തയൊക്കെ ടി വിയിലും മാധ്യമങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹം മനസാക്ഷി കൊണ്ട് അയാൾ നേരെ പിറ്റേ ദിവസം ഒരു പണി പൊക്കി പോലും പോകാതെ ഒരു ദിവസം വണ്ടിയായിട്ട് രാവിലെ വീട്ടിൽ വന്നേക്കും, എനിക്കൊരു തെറ്റുപറ്റി, ഞാൻ കേട്ടപ്പോൾ വിശ്വസിച്ചു പോയി. എല്ലാവരും ഇങ്ങനെയല്ല, നമ്മൾ കോടതി പറയുന്നത് സത്യമാണ്, കോടതിയുടെ വിധി സത്യമാണ്, കോടതിയുടെ വിധി എന്നല്ല വിധിക്കുള്ളൂ. ഞാൻ പറയുന്നത് സുപ്രീം കോടതിയുടെ വിധി പോലും സത്യമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതിയിലായാലും ഹൈക്കോടതിയിലായാലും ട്രയൽ കോർട്ടിലായാലും നമുക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകർ നമ്മുടെ ഭാഗം കോടതിയെ ബോധിപ്പിക്കാത്തടം കാലം, ഇല്ലെങ്കിൽ നമ്മൾ ബോധിപ്പിക്കാത്തിടത്തോളം കാലം ഒരാൾക്കും നീതി കിട്ടില്ല, അല്ലെങ്കിൽ സത്യം പുറത്തു വരില്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ബോധിപ്പിച്ചില്ല എത്തെങ്കിൽ ഞാൻ ഇവിടെ കിടക്കും, ജീവിതത്തിൽ നിന്ന് പിന്നെ ശരിവെക്കാൻ സുപ്രീം കോടതി പോകേണ്ടി വരും. സുപ്രീം കോടതിയിൽ എനിക്കറിയാം, ഞാൻ പറഞ്ഞില്ല, ഒരു അരയങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത്, എറണാകുളത്ത് അരയങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരനൊരു പയ്യന് ഇതുപോലൊരു കേസ്, ഒരു പോലീസ് സ്റ്റേഷൻ പോലും എത്തേണ്ട കേസല്ലത്, ആണ് അങ്ങനത്തെ ഒരു കേസ്. ആ കേസിന് അനുസരിച്ച് 10 വർഷം സുപ്രീം കോടതി, അതായത് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന ഒരു പ്രശസ്തനായ ഒരു വക്കീലാണ്, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതിൽ ആർട്ടിക്കിളൊക്കെ എഴുതുന്ന ഒരു വക്കീലാണ്, നല്ല പ്രശസ്തനാണ്. ആള് കൊണ്ട് സുപ്രീം കോടതി കൊണ്ടിട്ട് ആ കേസ് തള്ളിച്ചു കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ ഞാനിപ്പോൾ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു ഗ്രൗണ്ട്സ് എല്ലാം എഴുതിയിട്ട് ഒരു ഗവൺമെൻറ് വക്കീൽ മുഖേന എല്ലാം എഴുതി തയ്യാറാക്കി കൊടുത്തേക്കുക, ഇതൊന്ന് ഫയൽ ചെയ്ത് റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യും സുപ്രീം കോടതിയിൽ. ഞാൻ പറഞ്ഞ ആ അവസ്ഥയാണിത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ പൊതുജനങ്ങൾക്കും അറിയത്തില്ല. പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യമാണ്. കാരണം ഒരു ബൈബിൾ കോളേജ്, ഞാൻ ബൈബിൾ കോളേജ് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു പോലീസ് എന്താണെന്നോ, പോലീസ് സ്റ്റേഷൻ എന്താണെന്നോ, പോലീസ് നിയമം എന്താണെന്നോ, അല്ലെങ്കിൽ നമുക്കൊരു കോടതിയിൽ എങ്ങനെയാണ് അപ്പീൽ ചെയ്യേണ്ടത്, നമുക്ക് ഒരു പരാതി എങ്ങനെ കൊടുക്കണം, നമ്മുടെ എന്തൊക്കെ വിഷയത്തിൽ നമുക്ക് പരാതി കൊടുക്കാം, ഏതൊക്കെ വിഷയങ്ങൾ നമുക്ക് ചോദിച്ചറിയാം, ഇതിനെക്കുറിച്ചൊന്നും ഒരു നിയമസാക്ഷരത ഇല്ല എന്ന് നല്ല മലയാളത്തിൽ പറയാം. അല്ല, അത് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ സ്കൂളുകളിൽ പോലും സിലബസിലൊന്നും ഈ നിയമവ്യവസ്ഥയെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല, അല്ലെ കുട്ടികൾ പാലിക്കേണ്ട ഈ ട്രാഫിക് നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് പോലും പഠിപ്പിക്കുന്നില്ല. അപ്പം നമ്മൾ വേറെ ഒരാവശ്യമില്ലാത്ത വലിയ സിലബസ്, വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളെ പഠിപ്പിക്കുകയാണ്. പക്ഷേ അത്യാവശ്യം എങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഒരു പരാതി എങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പരാതി നമുക്കെതിരെ ഉണ്ടായാൽ, ഒരു പോലീസ് നടപടി ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു കോടതിയിൽ എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം, ഒരു വിവരാവകാശ രേഖ എങ്ങനെ എടുക്കണം, ഇതിനെക്കുറിച്ചൊന്നും ഒരു തരത്തിലുള്ള അറിവും നമുക്കില്ല. ഇനി പാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, ഈ പാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഒരു പ്രസംഗം ഉണ്ടാക്കുക, പ്രസംഗിക്കുക, സഭാംഗങ്ങളെ നോക്കുക, എടുക്കുക, പോവുക എന്നുള്ളതിനപ്പുറത്തേക്ക് നിയമസാക്ഷരത ഒട്ടുമില്ലാത്തൊരു വിഭാഗമായി പാസ്റ്റേഴ്സ് മാറി. അപ്പം സംഭവിക്കുന്ന, ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു മൈക്ക് സാങ്ഷൻ എടുക്കാനുള്ള അറിവ് പോലും, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ പോലും നമ്മൾ പഠിപ്പിക്കുന്നില്ല. അതാണ് അതിനകത്ത് ഏറ്റവും അടിസ്ഥാനപരമായ. ബൈബിൾ കോളേജിലൊക്കെ നമുക്ക് എല്ലാം സിലബസുകളെല്ലാം ഉണ്ട്, പക്ഷേ നിയമവശങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. ഈ കാലഘട്ടത്തിൽ അതെല്ലാം അത്യാവശ്യമാണെന്നുള്ളതിൻ്റെ തീർച്ചയായും വലിയ തെളിവാണ് സംഭവം. ഞാൻ ജയിലിൽ വന്നിട്ട് അവിടെ പരാതിപ്പെട്ടിട്ടുണ്ട്, സെഷൻസ് കോടതിയിൽ ഒരു പരാതിപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതിനകത്ത് ചീഫ് മിനിസ്റ്റർക്ക് ഞാൻ പറഞ്ഞെല്ലാം ചെയ്തുകൊണ്ടല്ല, ഞാനൊരു അപേക്ഷ എഴുതി. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കുറ്റക്കാരാണ് ഇങ്ങനെ കിടക്കുന്ന ആളാണ്, പക്ഷെ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നത് എന്നെ ആയിരിക്കുന്നതല്ല. പക്ഷെ ഒരു കാര്യം എനിക്കൊരു അപേക്ഷയുണ്ട്, ഇത് പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഈ കുട്ടികളെ എന്ത് ചെയ്യണം,
ഈ പോക്സോ ആക്ട് എന്താണെന്ന് പഠിപ്പിക്കണം എന്ന് ഞാൻ എന്ത് ചെയ്തു. ഒരു ഇങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞ് കത്തെഴുതി. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും എൻ്റെ കത്ത് പരിഗണിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല, ആയിരിക്കത്തില്ല. എങ്കിലും എന്തായാലും എൻ്റെ ആഗ്രഹം പോലെ നമുക്ക് പരിഗണിക്കാം, അങ്ങനെ കുറച്ച് ഇത് കൊടുക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ വന്ന് പ്രാബല്യത്തിലായോ എന്ന് എനിക്ക് അറിയില്ല. എങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു നമുക്ക് പോക്സോ ആക്ട്, ഇതിന് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കണം, പോക്സോ നിയമവിദ്യാഭ്യാസം കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികൾ എന്താ പറയുക, ഇപ്പം എൻ്റെ കേസിൽ ഈ പറഞ്ഞിരിക്കുന്ന ആ കുട്ടിയെ നന്നായിട്ട് ഇപ്പം ഇനി കേസിൻ്റെ ഒരു പോയിന്റോട് പറഞ്ഞു കഴിഞ്ഞാൽ 26-ാം തീയതി ആണ് ഈ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ്, അതായത് കുട്ടി കോടതി പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഈ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 26-ാം തീയതി തന്നെയാണ് ആശുപത്രി പോയതും ഇങ്ങനൊരു കാര്യം നേഴ്സ് എന്ന് പറയുന്ന ഈ സ്ത്രീയോട് പറഞ്ഞത്. ഇങ്ങനെ നേഴ്സ് എന്ന് പറഞ്ഞാൽ നേഴ്സ് ഇല്ല, ശരിക്കും ആൾമാറായിട്ടാണ്. അത് അവിടുത്തെ സ്കൂളിൽ മറ്റേ ഹെൽപ്പറായിട്ട് നടക്കുന്ന ഒരു സ്ത്രീയാണ്. അവിടെ നേഴ്സ് തൊട്ടടുത്ത് ഒരു 100 മീറ്റർ അപ്പുറത്തൊരു ഹോസ്പിറ്റലുണ്ട്, സർക്കാർ 3-4 ഡോക്ടർമാരാണ്. അത്രയും ഗവൺമെന്റ് സർവീസ് ഡോക്ടർമാരുടെ സേവനം ഉള്ളപ്പോൾ അവിടെ കൊണ്ടുപോയി, അതും ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സാണ്. അവരൊരിക്കലും ഈ പൊതുജനങ്ങളുടെ ഇടയിൽ വാർഡ് തരത്തിലുള്ള ഈ മറ്റേ ബോധവൽക്കരണം അങ്ങനെയുള്ള ജോലിയാണ്. അപ്പൊ അവരാണെന്നും പറഞ്ഞ് അവർ മരുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ വസ്തുതവിരുദ്ധമാണ്. പക്ഷെ ഇത് ഫാബ്രിക്കേറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്ത്. പക്ഷെ ഈ കുട്ടി ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒന്നും അറിയില്ലാതെ ഇവർ പറഞ്ഞ് പഠിപ്പിച്ചതെല്ലാം റൊക്കറ്റ് ചെയ്ത് സ്കൂളിൽ കാണാതെ പഠിച്ചിട്ട് പറയുന്ന പോലെ അങ്ങ് പറഞ്ഞ് ഇതെല്ലാം പറഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഈ 17 പരാതി കിട്ടിയെന്നും ചൈൽഡ് ലൈൻ ഇവരുടെ എല്ലാം ഈ നടപടിക്ക് ശേഷമാണ് ഈ കുട്ടിയെ കൊണ്ട് 26-ാം തീയതി ഈ പെൺകുട്ടിയെ കൊണ്ട് പറയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 21-ാം തീയതി പോലീസിൽ പരാതി കിട്ടിയിട്ട് ഈ കുട്ടി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് 26-ാം തീയതി എരീനെ പറഞ്ഞ് പഠിപ്പിക്കാൻ സമയമെടുത്തു. അതാണ് 26-ാം തീയതി രജിസ്റ്റർ ചെയ്യാനുള്ള വൈകിയതിന്റെ കാരണം. ഈ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് കുട്ടികളെ കൈകടത്തി കഴിയുമ്പോൾ അവരെ കൊണ്ട് പറഞ്ഞു കഴിയുമ്പോൾ അവർ ആ കുഞ്ഞുങ്ങളുടെ ഭാവിയും കൂടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അത് തെറ്റായതാണെങ്കിൽ ഫാബ്രിക്കേഷൻ. അതേസമയം ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായ കുട്ടികൾ പലപ്പോഴും ഈ കൂടുതൽ തവണ അബ്യൂസ് ചെയ്യപ്പെടുന്നതിന് കാരണവും ഇത് തന്നെയാണ്. ഇത് ഈ കുട്ടികൾക്ക് നിയമബോധമില്ല, അത് എങ്ങനെ പറയണം, ആരോട് പറയണം, ഇത് പറയാൻ കഴിയുമോ എന്നുള്ള നിയമബോധവും കുട്ടികൾക്കില്ല. അത് ഈ ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ ഫാബ്രിക്കേഷൻ കേസ് ഉണ്ടാകാനും സാധിക്കുന്നു, അതുപോലെ യഥാർത്ഥ കേസുകൾ മൂടി വയ്ക്കപ്പെടാനും. ഓക്കെ, എനിവേ അന്യായമായി ശിക്ഷിക്കപ്പെട്ടു 5.5 വർഷം അല്ലേ? 5.5 അല്ല, 6 വർഷത്തിന് 3 മാസത്തെ കുറവുണ്ട്. 5.25 വർഷം, 6 വർഷത്തോളം ജയിലിൻ്റെ അഴികൾക്കകത്ത് കിടക്കേണ്ടി വന്നു. വേദനാജനകമായ കാര്യം. ഓക്കെ, അവിടുന്ന് ദൈവത്തിൻ്റെ കൃപ, ഒപ്പം പഠിക്കാൻ സാധിച്ചു, നിയമം പഠിച്ചു, സ്വയം വാദിച്ചു, രക്ഷപ്പെട്ടു, പുറത്തിറങ്ങി. എന്താണ് അടുത്ത പരിപാടി? എൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പലവിധമായ കേസുകൾ, നമ്മളിപ്പോൾ സുശേഷ ഞാൻ അവിടെ ഈ ജയിലിൽ ഒരുപാട് പത്രങ്ങൾ വായിക്കുകയൊക്കെ ചെയ്യുന്നു. ആ സമയത്താണ് ഓരോ പാസ്റ്റർമാരെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ മതപരിവർത്തനം എന്ന് പറയും, അതുപോലെ തന്നെ പീഡനം എന്ന് പറയുന്നു, അങ്ങനെയുള്ള ഇത് കേസിൽ പെടുത്തുന്നുണ്ട്. പക്ഷെ എന്നാൽ എനിക്ക് അറിയാവുന്ന കുറേ പ്രതിഭാസന്മാരെ ഇതുപോലെ പീഡന കേസിൽ പെട്ടു. പിന്നെ അവർക്ക് സാമ്പത്തികം ഉള്ളതും അല്ലെങ്കിൽ ആരെങ്കിലും അറിയിച്ച് വക്കീലന്മാരെ വെച്ച് പൈസ ഒരുപാട് മുടക്കിയതുകൊണ്ടായിരിക്കും ഇതുപോലെ പോക്സോ കേസിൽ വ്യാജമായിട്ട് ആരോപണങ്ങളിൽ ജയിലിൽ കിടക്കുന്ന പാസ്റ്റേഴ്സ് ഉണ്ട്. പർപ്പസ്ഫുള്ളി അവർക്കെതിരെ കൊണ്ടുവന്ന കേസുകളാണെന്ന് അറിയാവുന്ന ചില കേസുകളുണ്ട്, എനിക്കറിയാവുന്ന. തീർച്ചയായും. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ളത്. ഇപ്പം നമ്മൾ ഒരു കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇപ്പം ഞാൻ ദൈവമക്കൾ എന്ന നിലയ്ക്ക് ഞാൻ ഇങ്ങനെ കണ്ടത്, വളരെ ദൈവമക്കൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നിയമവൃത്തങ്ങൾ, മീൻസ് അഭിഭാഷകരായാലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായാലും നമ്മളുടെ ഇടയിൽ ആളുണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാണ്ട് പുറത്തുനിന്ന് ഒരാൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് അതുപോലെ നമുക്ക് പണം ഇടുകാൻ കാശുള്ളവരാണെങ്കിൽ ഇതൊക്കെ ചെയ്യും. ഇനിയിപ്പോൾ എന്നെ പോലെ സാധാരണക്കാരൻ ഒരാളാണെങ്കിൽ ഒരുത്തരും ഒന്നും ചെയ്യില്ല. അവനോട് കിടക്കട്ടെ, അവൻ കുറച്ചാളെ പോയി ഭയങ്കര പാത്രക്കാരൻ, അവൻ പ്രാർത്ഥിച്ചിറങ്ങി പോട്ടെ, അവൻ വലിയ പ്രാർത്ഥനക്കാരല്ലേ, പ്രാർത്ഥിച്ചിറങ്ങി പോട്ടെ എങ്ങനെ പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഇത് ചേർത്തിട്ടുള്ളത്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുന്ന ഒരു കണക്കിൽ ഇങ്ങനെ നിയമം മുന്നോട്ട് പഠിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് വലിയൊരു ആഗ്രഹമാണ്. കാരണം ഞാൻ പുസ്തകങ്ങളിൽ പറഞ്ഞാലും പറയാം, ജോലി ചെയ്തതിന് പൈസ മേടിക്കുകയും നിയമങ്ങൾ എഴുതി വെക്കുകയൊക്കെ ചെയ്യും. കാരണം നാളെ എന്തെങ്കിലും എനിക്ക് പഠിക്കാൻ അവസരം കിട്ടിയാൽ പഠിക്കണമെന്നുള്ള ലക്ഷ്യത്തിൽ ഞാൻ ഒരു 8 A4 ഷീറ്റ് ബുക്കിൽ 8-10 ബുക്കോളം ഉണ്ട്. ഞാനിങ്ങനെ ഈ സുപ്രീം കോടതിയുടെ നിയമങ്ങളും കേസ് ലോസ് തന്നെ നോട്ട് ചെയ്ത് വെച്ച് ഓരോ കേസിനെയും, എല്ലാ കേസിനെയും, കാരണം എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് വിഷയമായിപ്പോയി. കാരണം ഒരുപാട്. അപ്പം അങ്ങനെയുള്ളവർ നമുക്ക് ഇത് പഠിച്ച് എങ്ങനെയെങ്കിലും ഒരു LLB എടുക്കാൻ കഴിയുവാണെങ്കിൽ അതിന് ഒരു ദൈവം ഒരു അവസരം ഒരുക്കി തന്നാൽ ഞാൻ അത് പഠിക്കണമെന്നും, അതുപോലെ തന്നെ ഇന്ന്
ഇപ്പം തെറ്റ് സംഭവിച്ച ഒരാളായിക്കോട്ടെ, ഞാൻ പറഞ്ഞ ഇപ്പം എല്ലാവരും ഒന്നും നീതിമാൻ ഒരുത്തനുമില്ല, എല്ലാവരും കുറ്റം ചെയ്തു വരാറ്. ഞാൻ കണ്ടത് ഇപ്പം ജയിലിനകത്ത് ഇപ്പോഴും ഞാൻ ഇന്നും ഞാൻ പോകുന്ന വഴി ഒരു ഫയലെടുത്ത് ഒരാളെ കേസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് എനിക്ക് തിരിച്ചൂർ കൊണ്ടേ തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ പേപ്പർ മേടിച്ചിട്ട് ഞാൻ ഒന്നേ അവരോട് പറഞ്ഞത്, തെറ്റ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാണ്, ദൈവത്തോട് ക്ഷമ പറഞ്ഞ് നിങ്ങൾ ഏറ്റു പറയാൻ തയ്യാറായ ദൈവം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് റെഡിയാക്കി തരാം, ദൈവം വിടുവിക്കും, ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് നോക്കാം, ദൈവം എന്തെങ്കിലും ഒരു ചോയ്സ് നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞ് നമുക്ക് അവർക്ക് വേണ്ടി ഞാൻ ഈ സംഗതി ചെയ്യാൻ തയ്യാറായി. അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്കിത് പഠിക്കാൻ ഒരു അവസരം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ മറ്റു വക്കീലുമാരെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ, നമുക്ക് നിയമപരമായ ഒരു ആവശ്യം, നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ കുറച്ച് നിയമപരിജ്ഞാനവും അല്ലെങ്കിൽ നിയമപരമായൊരു നമുക്കൊരു കഴിവുണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ, അതിനുള്ള അവകാശം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും അതുപോലെ സാധാരണക്കാർക്കും സാമ്പത്തികം ഇല്ലാത്തവരും അതൊരു ദൈവവേല ചെയ്യുന്നതിൻ്റെ ഒരു റൂട്ടായിട്ട് തന്നെ, മീൻസ് ദൈവവേലയുടെ ഒരു പ്രൊഡക്റ്റ് തന്നെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ജീവിത സാഹചര്യങ്ങളും സാമ്പത്തിക കാര്യങ്ങളും, കുടുംബത്തിൻ്റെ മോൻ പഠിക്കുന്നു, വീട് കാര്യങ്ങളൊന്നും ഇല്ല, അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ കാര്യങ്ങളുണ്ട്, ബേസ് ഉണ്ടാക്കണം, എല്ലാം പോയി, എല്ലാം പോയി, ഇനി ഒന്നേ തുടങ്ങണം. ഇനിയിപ്പം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പോയി റബ്ബർ എന്തെങ്കിലും ചെയ്യണം, വെട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എങ്കിലും എനിക്കൊരു കോൺഫിഡൻ്റ് ഉണ്ട്. കാരണം ഞാൻ കയറിയ സമയത്ത് മരണം മാത്രം മുന്നിൽ കണ്ട ദിവസങ്ങളുണ്ട്. മരണം മാത്രം മുന്നിൽ കണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ആകെ തകർന്നു. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വന്നു. ഞാൻ മൊത്തത്തിൽ ചുറ്റുപാട് നോക്കി. എനിക്കെതിരെ കല്ലെറിയാൻ കൈ ഉയർത്തുന്ന ഒത്തിരി നമ്മുടെ വിശ്വാസ സമൂഹത്തെ കണ്ടു. അതുപോലെ എനിക്കെതിരെ ന്യൂസ്, ഞാൻ ഈ കേസ് വന്നപ്പോഴത്തേനും ഒരു ക്രൈസ്തവ സംഘടന ടീമോ ഒരു ഉണ്ട്, അവരെഴുതിയതാണ്, ഇയാൾ പാസ്റ്ററൊന്നുമല്ല, ഇയാൾ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടൊന്നും അല്ല, ഇയാളുടെ സോപ്പ് കച്ചവടമായിരുന്നു ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത്. സോപ്പ് കച്ചവടം ചെയ്തെന്ന് പറഞ്ഞ ഒരു കുറേ ടീമുകൾ ഇത് പത്രത്തിൽ ന്യൂസ് അടിച്ചിറക്കിയിട്ടുണ്ട്, പത്രത്തിൽ ഇറക്കി വിട്ടു. ഞാൻ പറഞ്ഞ ഒരാളിത് ചെയ്തതാണോ ചെയ്താത്തതാണോ അതിപ്പോഴും അന്നേരം അവൻ എന്ത് ചെയ്യുക, പുറത്തള്ളുക. അപ്പോൾ അങ്ങനെ നമ്മുടെ സമൂഹത്തിൽപ്പെട്ട പാസ്റ്റർമാരെ കാര്യം പറഞ്ഞേ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഒരു വേദന എനിക്കുണ്ടായി. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞതാണ്, ആകെ ഇന്ന് തീർക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസാനം കാണണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച്, സത്യം പറഞ്ഞാൽ അതിനുള്ള മീഡിയാസ്, അതിനുള്ള സാഹചര്യങ്ങൾ എൻ്റെ കൈവശം ഞാൻ കരുതി വെച്ച സമയമുണ്ട്. കാരണം പറ്റുന്ന സമയത്ത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ എന്തെന്ന് അവസാനിപ്പിച്ച് കളയാം. കാരണം വേറെ ഒരു മാർഗ്ഗമില്ല. ഒരാൾ കാണാൻ വരാനില്ല, ഒരാൾ നോക്കാൻ വരാനില്ല, ഒരാളൊരു നമ്മളെ സാമ്പത്തിക സഹായിക്കാനില്ല, ഒരാൾ ചുമ്മാ പോലും വിളിച്ച് അന്വേഷിക്കാനില്ല. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ തന്നെ നമ്മൾ സ്വന്തം കുടുംബക്കാർ പോലും ഇല്ലാതെ വരുന്ന സാഹചര്യം വരുമ്പോൾ നമുക്കതൊരു വലിയ വേദനയാണ്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു. പക്ഷേ എന്നിരുന്നാലും ജീവിതത്തിൽ ദൈവം കുറച്ച് ബലം നൽകി. ഞാൻ പറഞ്ഞില്ലേ, ഒരു ദൈവമക്കൾ ആരും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, എനിക്കൊരു സ്നേഹിതനുള്ള ആള്, അദ്ദേഹം ഒരു ഹൈന്ദവ കുടുംബം, നമ്പൂതിരി കുടുംബത്തിൽ ആൾ എന്നോട് വചനം പറഞ്ഞ് എന്നോട് സംസാരിച്ചു. ശിവു, ഇതാണ് വചനം, ഇതാണ് ക്രിയ ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. അദ്ദേഹം എന്നോട് ചോദിച്ചത്, എന്തുകൊണ്ടാണ് ഈ മലയോട് കടലിൽ പോയി വീഴാൻ പറഞ്ഞാലും പോകാത്തത്, എങ്ങനെയുള്ള വിശ്വാസമാണ് നമ്മുടെ വേണ്ടത്? എന്നോട് പറഞ്ഞ ഒരൊറ്റ കാര്യം, അദ്ദേഹം പറഞ്ഞപ്പോഴാണ് എനിക്ക് ചിന്തിച്ചൊരു കാര്യമുണ്ട്. എന്നോട് ചോദിച്ചത്, നിന്റെ സഹോദരങ്ങളില്ലേ? ഞാൻ പറഞ്ഞു, ഉണ്ട്, ചേട്ടനുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ഈ കേസ് ഒക്കെ ആയപ്പോഴത്തേന് ആൾക്കൊക്കെ ഷെയിമായി പോയി, അതുകൊണ്ട് അവരാരും തിരിഞ്ഞു നോക്കുന്നില്ല, അവർക്കൊക്കെ ഷെയിമായി. അയാൾ എന്തോ പണിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയാൾ സുശേഷ വേലയിലാണ് എന്ന് പറഞ്ഞു. എന്നോട് എടുത്ത മൈൽ അദ്ദേഹം പറഞ്ഞില്ല, അയാൾ ദൈവവിശ്വാസിയല്ല. കാരണം അയാൾ ക്രിസ്തു ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ എൻ്റെ ഇതിന് താല്പര്യം പറയുന്നല്ല കേട്ടോ. ഞാൻ പറഞ്ഞ ക്രിസ്തു ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഒരാളെ കുഴിയിൽ വീണതിനെ കൈ പിടിച്ച് കയറിയേറ്റിട്ടുള്ളൂ. നീ കുഴിയിലേക്ക് തന്നെ അവനെ തള്ളിയിടുന്നത്. നീ കുഴിയിൽ കയറി വരാനായിട്ട് കൈ ഉയർത്തി വരുന്നവനെ മേളിൽ നിന്ന് കമ്പൗണ്ട് അടിക്കുന്നില്ല. അതാണ് സുവിശേഷം. ആളെന്നോട് പറഞ്ഞപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ചങ്ക് പൊട്ടിപ്പോയി. കാരണം വളരെ നമ്മൾ സമൂഹമെന്നും വിശ്വാസമെന്നും പ്രാർത്ഥനയെന്നും പ്രാർത്ഥനാ സമൂഹമെന്നും വിശുദ്ധ ജനമെന്നും പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് ഞാൻ വിശുദ്ധ ജനത്തോടുള്ള സംസർഗം ഇനി വേണ്ട എന്ന് തീരുമാനിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു മനസ്സിലുണ്ടായി തോന്നിയ സത്യം പറയാം. ഇനിയിപ്പം വിളിച്ചില്ല എങ്കിൽ ഞാനത് അങ്ങനെ ഒരു ചിന്തയെ എൻ്റെ മനസ്സിലില്ല. കാരണം എന്താ വെച്ചാൽ ഞാനായിട്ട് അവിടെ കർണാടകത്തിൽ പോയൊരു
കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒരു തുടക്കം ഇടാൻ എനിക്ക് എന്നെ ദൈവം ഉപയോഗിച്ചു. അതിനുവേണ്ടിയല്ല ചെയ്തു. ഇന്ന് ഞാൻ പറയട്ടെ, ഞാൻ അവിടെ പോയിട്ട് ഇന്ന് അന്നുണ്ടായിരുന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പോലും എന്നാ എന്നെ ഈ സംഭവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാസ്റ്ററോട് എൻ്റെ സ്നേഹിതോട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ട്, അതുകൊണ്ട് ഞാൻ മുന്നോട്ട് വരുന്നില്ല. ഒരു നമ്മുടെ APC സഭയിൽപ്പെട്ട ദൈവാസന്മാർ എന്നിട്ട് പോലും അവർ ചുമ്മാ പോലും വന്നു എന്നാ ബ്രദർ വന്നോ, സംഗതി ഏലോ എന്നാലും ഇത്രയും കേട്ടോ, ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല, എന്തെങ്കിലും കുഴപ്പമില്ല, അന്നേരം ദൈവം വിടിയിച്ചല്ലോ, ഓക്കെ എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, വാട്സാപ്പിൽ കൈ കൊടുത്തിട്ട് ഓക്കെ എന്ന് പറയുന്ന ഒരു ഇതുപോലും റിപ്ലൈ പോലും ചെയ്യാൻ ആരുമില്ല, ഇവരാരും തയ്യാറായില്ല. അപ്പോഴേ ഞാൻ ചിന്തിച്ചു, ഇനി എന്തായാലും എന്തില്ല. ഞാൻ അതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിയതിന് ശേഷം ഒരു ദിവസം പള്ളിയിൽ പോയി പ്രാർത്ഥനയ്ക്ക് പോയി. അന്ന് അവിടെ നടന്ന എൻ്റെ എനിക്കുണ്ടായ ഒരു അനുഭവം നിമിത്തം ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞു ഇനി ഞാൻ എന്ത് ചെയ്യില്ല, പോകുന്നില്ല. കാരണം ഞാൻ ഇതിനകത്ത് കിടന്നപ്പോൾ ഞാൻ ഒരു പള്ളിയിലും പോയില്ല. പക്ഷെ ഞാൻ എൻ്റെ മുറിയിൽ എൻ്റെ കർത്താവ് ഇറങ്ങി വന്നു. ഞാൻ ഓരോ ദർശനങ്ങൾ കണ്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കൊണ്ട് കറിഞ്ഞു. ഞാൻ എൻ്റെ കേസിനെ കുറിച്ച് പഠിച്ചു. ഈ നിയമം പഠിപ്പിച്ചത് ഞാൻ പഠിച്ചതല്ല, ദൈവം തന്നെ പഠിപ്പിച്ചത്. അത് എനിക്കറിയാം, എനിക്ക് അതിന് ഇത്രമാത്രം അറിവോ ഞാനോ ഒന്നുമില്ല. പക്ഷെ ഇനി ഒരു സത്യം കൂടെ ഞാൻ പറയാം, ദൈവത്താൽ ഇത് സംഭവിച്ചെന്നുണ്ട്. കാരണം അവിടെ ഒരുപാട് കേസിൽപ്പെട്ട വക്കീലുമാർ വന്ന് കിടപ്പുണ്ടായിരുന്നു. ഒരുപാട് ഡോക്ടർമാരായിട്ടുള്ള ആൾക്കാർ കിടന്നിട്ടുണ്ട്, വക്കീലുമാർ കിടന്നിട്ടുണ്ട്. പക്ഷെ ഇവരാരും അവരുടെ കേസ് ഒരു വക്കീലിൻ്റെ കേസ് ചെയ്യാറില്ല. അവർ മറ്റുള്ളവരെ ഏൽപ്പിക്കുക. അവരെല്ലാവരും എന്താ പറയുക, എന്നെ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം എന്നെ ഇത് ചെയ്തിട്ടാ, ഞങ്ങൾ പോലും ചെയ്യുന്നില്ല, നീ ആരെങ്കിലും ഏൽപ്പിക്കുക കേട്ടോ എന്ന് പറഞ്ഞ് എന്നെ നിരുത്സാഹം. കാരണം അവരുടെ എൻ്റെ നന്മയോർത്താണ്. കാരണം ഞാൻ എന്താ മണ്ടത്തരമല്ല പറഞ്ഞ ജീവിതമല്ല വെച്ച് കളിക്കുന്നോർത്തായിരിക്കാം. നമ്മൾ ആരും അസൂയ കൊണ്ടെന്നല്ല അത്. അപ്പോൾ ഈ സാധാരണക്കാരനെ, കാരണം കൂടുതൽ ഡിഗ്രികളുടെ കൂട്ടമോ ഒന്നും എനിക്കില്ല. പക്ഷെ നമുക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമുള്ള ഞാൻ ഇങ്ങനെ പറയാനും അല്ലെങ്കിൽ ഇങ്ങനെ കയറി എനിക്ക് ചെയ്യാനുള്ളൊരു കഴിവ് തന്നത് തമ്പുരാൻ്റെ കൃപയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു കോടതി കയറി നിന്നിട്ട് ചെവിക്കകത്ത് ഒരു എരമ്പൽ മാത്രം, മുഴക്കം മാത്രം എനിക്കുണ്ടായിരുന്നു. അത്രയ്ക്ക് ടെൻഷനായിരുന്ന ആൾ ഒറ്റയ്ക്ക് ഒരു കോടതി, ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ വക്കീലുമാരുടെയും ജഡ്ജിമാരുടെയും മുന്നിൽ നിന്നുകൊണ്ട് ഞാനൊരു പ്രതിയായ കേസിൽ ഞാൻ പ്രതിയല്ല എന്ന് ഞാൻ അത്ര ധൈര്യത്തോട് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എൻ്റെ ബുദ്ധിയോ എൻ്റെ കഴിവോ ഒന്നുമല്ല, തമ്പുരാൻ്റെ പദ്ധതിയാണ്. അതിനാണ് എന്നെ ആ 6 വർഷം ഒറ്റമുറിക്കകത്തിട്ടത്. കിടക്കാൻ ഒറ്റമുറി സെല്ലിൽ കിടന്നിട്ട് ഒറ്റയ്ക്ക് ഒരു മുറി ഇരുന്ന് അവിടെ ഇരുന്ന് പാടി, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, അവിടെ ഇരുന്ന് പുസ്തകം വായിക്കാനും എഴുതാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും, ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതി തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ന്യായവിസ്താരത്തിൽ നിനക്കെതിരെ വരുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കുമെന്ന് 2014 എനിക്ക് തന്നപ്പോൾ ആ വചനത്തിനകത്ത് ഒരു ന്യായവിസ്താരത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ അവിടെ കുറ്റം വിധിക്കാനോ പറയാനോ മറ്റുള്ളവരോട് പറയാനോ വാദിക്കാനോ ഞാൻ നിൽക്കാഞ്ഞുകൊണ്ട് അത് വാദിക്കുന്ന സമയം 2025 ഞാൻ പറഞ്ഞ അതിനകത്ത് വന്ന ഒറ്റ വ്യക്തിയെ പോലും വചനം നിവൃത്തിയിരിക്കുന്ന ഞാൻ ആ ഇത് ചെയ്തപ്പോഴത്തെ ഒറ്റ വ്യക്തിയെ പോലും കൗണ്ടർ ചെയ്യാതെ വെറുതെ വിട്ടിട്ടില്ല. കാരണം എനിക്കെതിരെയുള്ള എല്ലാവരെയും, എനിക്കെതിരെ സംസാരിച്ച ഒരാളെ പോലും ഞാൻ വെറുതെ വിട്ടില്ല, എല്ലാവരെയും സംസാരിച്ചു. ലാസ്റ്റ് കോടതി തന്നെ ചോദിച്ചു, എന്തിനാണ് ഇതിന് മാത്രം പറയുന്നത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഏതായാലും ബഹുമാനപ്പെട്ട കോടതി എന്നെ ഇത്രയും കളഞ്ഞല്ല, അപ്പൊ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. കാരണം കോടതി തന്നെ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക, എന്തിനാണ് ഇതിന് മാത്രം പറയുന്നത്, അവരെ മാത്രം എന്തിനിങ്ങനെ പറയുന്നത്. ഞാൻ പറഞ്ഞു, എന്നെ ഇവര് കൊടുത്തിരിക്കുന്ന ഈ ഫാബ്രിക്കേഷൻ കാരണം, ഇവരുടെ നിയമവിരുദ്ധത കാരണമാണ് എൻ്റെ 6 വർഷത്തെ ലൈഫ് പോയത് എന്ന് ഞാൻ പറഞ്ഞ അതുപോലെ. അപ്പോൾ അതിന് വെച്ചാൽ ദൈവത്തിൻ്റെ പ്ലാനാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ജീവിതത്തിലാണെങ്കിലും ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിലാണെങ്കിലും ഏതെങ്കിലും വിധത്തിൽ എങ്ങനെയെങ്കിലും വിധത്തിൽ ചെയ്യാൻ. ഇപ്പം ഞാൻ പറഞ്ഞ ഒരു നാളെ ഇപ്പം ഒരു നല്ല രീതിയിൽ പോയിട്ട് അല്ലെങ്കിൽ പള്ളിയിൽ പോയി നമ്മുടെ പഴയ രീതിയിൽ സുശീലം പങ്കുവയ്ക്കുന്ന നടക്കുന്നു, അല്ല അങ്ങനെ ഒരു അതിനേക്കാൾ ഉപരി ഏതെങ്കിലും വിധത്തിൽ കുഴിയിൽ കിടക്കുന്നവനെ ഒന്ന് പിടിച്ചു കയറ്റുവാൻ, അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സ് തകർന്നവനെ ഒന്ന് കൈ പിടിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റു. കാരണം അതിനകത്ത് കിടക്കുന്ന ഒരവസ്ഥ ഇനി ഒരു ഏറ്റവും ചുരുക്കം ലളിതമായ ഭാഷയിൽ ഞാൻ ഈ ജയിലിനെ കുറിച്ചൊരു നിർവചനം പറയാം. ഞാൻ മനസ്സിലാക്കിയ ഒരു നിർവചനം, ജീവനോടെ ഒരാളെ കല്ലറയ്ക്കകത്തിട്ട് പൂട്ടിയാൽ അടക്കം ചെയ്താൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? അതാണ് ജയില്. അതാണ് ശരിക്കും ഒരു നിരപരാധിയുടെ ജയില്. അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ അവൻ കഞ്ചാവോ അല്ലെങ്കിൽ മയക്കുമരുന്നോ വലിച്ച് അവൻ്റെ അബോധാവസ്ഥയിൽ നടക്കണം. ഇല്ലാതെ ഒരു ആത്മീയനെ സംബന്ധിച്ച് പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസമാണ്. പക്ഷെ പിടിച്ചു നിൽക്കാൻ ദൈവം സഹായിച്ചു. ഇന്ന് വരെ എനിക്ക് പ്രലോഭനങ്ങൾ ഒരുപാട് സാധ്യതകൾ വന്നിട്ടും ദൈവം അതിലൊന്നും 1 ഇഞ്ച് പോലും കുറയാം. എന്ന് വെച്ചാൽ എൻ്റെ ആത്മീയതയിൽ എൻ്റെ പഠനത്തിൽ 1 ഇഞ്ച് പോലും കുറഞ്ഞില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, എന്നെ ഇങ്ങനെയുള്ള പ്രായോഗികമായ കുറേ കാര്യങ്ങൾ വന്നപ്പോൾ എനിക്ക് കുറച്ച് എതിർപ്പും വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും എൻ്റെ ആത്മീയതയിൽ 1 ഇഞ്ച് പോലും പുറകെ പോയിട്ടില്ല. ഇന്ന് ഞാൻ ഒരു തലം കൂടെ കയറിയതല്ലാതെ കുറഞ്ഞു പോയിട്ടില്ല. അതെൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്. അപ്പം അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം സഹായിച്ച
മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ മോൻ്റെ ഇതുണ്ട്, അപ്പം കുടുംബകാര്യങ്ങളുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് പഠിത്തം എന്നൊക്കെ പറയുന്നത് വലിയ റിസ്ക്കാണ്. അപ്പം വീട്ടുകാര്യം നോക്കണം, മോനെ പഠിപ്പിക്കണം, അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ട്. ആ ഒരു സാഹചര്യമാണ്. പിന്നെ എന്തെങ്കിലും ഒരു വഴി തുറന്നാൽ അതിൽ പിടിച്ച് കയറാൻ എനിക്കൊരു കോൺഫിഡൻ്റ് ഉണ്ട്. അങ്ങനെ പോകാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഷിബു തങ്കച്ചൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. മനസാക്ഷിയുള്ള എല്ലാവരെയും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ് താൻ കടന്നു വന്ന പാതയിൽ താൻ പഠിച്ച നിയമങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായി സിസ്റ്റമാറ്റിക്കായിട്ട് അത് പഠിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. LLBക്ക് രജിസ്റ്റർ ചെയ്യണം, പഠിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്. അദ്ദേഹത്തിൻ്റെ മകൻ വളർന്നു വരുന്നു, കുടുംബത്തിൻ്റെ കാര്യങ്ങളുണ്ട്, മറ്റ് വരുമാന മാർഗങ്ങളില്ല. എങ്കിലും അദ്ദേഹം അത് ആഗ്രഹിക്കുന്നു. ദൈവം അതിനുവേണ്ടി അദ്ദേഹത്തിന് ഒരു വഴി തുറക്കുമെന്നുള്ള വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. എനിവേ, ദൈവത്തിൻ്റെ കരുതൽ ആ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇത് സ്ക്രീനിലുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അദ്ദേഹത്തെ വിളിക്കാം. ഒരു വാക്കുകൊണ്ടെങ്കിലും അദ്ദേഹത്തെ ഒന്ന് ധൈര്യപ്പെടുത്തുവാൻ സാധിച്ചാൽ അതൊരു വലിയ കാര്യമായിരിക്കും. തനിക്ക് ലഭിച്ച അവസരം, ദൈവം തനിക്ക് കൊടുത്ത സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി തൻ്റെ ഒരു വലിയ തകർച്ചയിൽ നിന്ന് പിടിച്ചു കയറുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അത് വളരെ ശക്തമായ ഒരു മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ, ദൈവം അദ്ദേഹത്തെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നിച്ച് വരികയും ഈ വിഷയങ്ങൾ ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്തതിൽ വലിയ നന്ദി പറയുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ ന്യൂസ് ഒപ്പമുണ്ടാകും തുടർന്നുള്ള മുന്നോട്ടുള്ള യാത്രയിൽ. ഓക്കെ.